Praise the Lord. I'm very happy to talk to you this evening. കർത്താവിന് സ്തോത്രം. പ്രിയ സഹോദരന്മാരെ, ഈ വൈകുന്നേരം നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. We must not forget that the gospel came to India first in Kerala. സുവിശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് കേരളത്തിലാണെന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. And there's a purpose with which God sends his gospel to any place. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദൈവം സുവിശേഷം അയക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. But when we look at the quality of most Christians in Kerala, it's not the standard that God expects. എന്നാൽ നാം കേരളത്തിലുള്ള ഭൂരിപക്ഷം ക്രിസ്ത്യാനികളെയും നോക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് കാണുന്നു. It was the Lord who sent Thomas to Kerala with a purpose. കർത്താവാണ് തോമസിനെ കേരളത്തിലേക്ക് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി അയച്ചത്. And I'm sure it was the same purpose with which the Lord sent Paul to all those churches around the Mediterranean Sea. അതേ ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് പൗലോസിനെ പല സഭകളിലും മെഡിറ്ററേനിയൻ കടലിന്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലേക്ക് അയച്ചതും. That was to have a pure testimony for his name. അത് കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഒരു ശുദ്ധിയുള്ള സാക്ഷി ആയിരിക്കുന്നതിന് വേണ്ടിയാണ്. When God finished with the Israelites at the end of the old covenant, പഴയ ഉടമ്പടിയുടെ അവസാനത്തിൽ ഇസ്രായേലിയരുമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ he gave this word to them through the last prophet Malachi. അവർക്ക് ഈ ഒരു വാഗ്ദാനം അവസാനത്തെ പ്രവാചകനായിട്ടുള്ള മലാഖിയിലൂടെ നൽകി. In Malachi 1 verse 10, മലാഖി 1:10 he said to the priests, I wish there were some priests in you who would close the gates of the temple so that you don't come again and offer any sacrifice here. അവിടെ പുരോഹിതന്മാരോട് ദൈവം പറഞ്ഞത്, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളാമായിരുന്നു. Because I'm not going to accept any more offering from you. എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല. And I will not accept any offering from you. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വഴിപാട് കൈക്കൊള്ളുകയുമില്ല. So that is the end of the Jewish nation. അതാണ് യഹൂദ ദേശത്തിന്റെ അവസാനം. That was the last word to them. അതാണ് അവർക്കുള്ള അവസാനത്തെ വാചകം അവർക്ക് വേണ്ടി. But then he said something new is going to happen, verse 11. അതിനുശേഷം പറയുന്നത് പുതിയതായിട്ട് ഒന്ന് ആരംഭിക്കുന്നു 11-ാം വാക്യത്തിൽ. Not just in the nation of Israel, but from the east to the west, from the rising to the setting of the sun, from every country, there will be, the last part of verse 11, a pure offering will be offered to me. അവിടെ സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാവുന്നു, എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു. That is very important. A pure offering will be offered to me in every place. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു നിർമ്മലമായ വഴിപാട് എല്ലായിടത്തും എനിക്ക് വേണ്ടി അർപ്പിച്ചു വരുന്നു. That is the word the Lord gave to me when he started CFC, the very first CFC church 48 years ago. ഇതാണ് ആദ്യത്തെ CFC സഭ 48 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന വചനം. A pure offering. ഒരു നിർമ്മലമായ വഴിപാട്. And what is the meaning of pure offering in the context of this passage? ഈ ഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ
നിർമ്മലമായ വഴിപാട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? Not just that we are free from the sins that we know. നാം അറിയുന്ന പാപങ്ങളിൽ നിന്നും ഉള്ള വിടുതൽ മാത്രമല്ല. That is necessary. അത് ആവശ്യമാണ്. Because the offerings they offered must be pure. കാരണം അർപ്പിക്കുന്ന വഴിപാട് അത് ശുദ്ധമായിരിക്കണം. But the mistake the Israelites were doing was this. എന്നാൽ ഇസ്രായേലിയർ ചെയ്തിരുന്ന തെറ്റ്, അവർ തെറ്റായി ചെയ്തത് ഇതായിരുന്നു. Verse 6, he says, basically he's saying, you don't honor me and you despise my name. 6-ാം വാക്യത്തിൽ പറയുന്നു, എന്നെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല, എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു. And they say, how is it we have despised your name? How is it we have not honored you? അവർ ചോദിക്കുന്നു, എവിടെയാണ് ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിച്ചത്, നിന്നെ ബഹുമാനിക്കാതിരുന്നത് എവിടെയാണ്? And the Lord says, I'll tell you. കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാം. Verse 8. 8-ാം വാക്യം, why do you offer a blind sheep as a sacrifice? നിങ്ങൾ മുടന്തും ദീനവും ഉള്ളതിനെ അർപ്പിക്കുന്നത് എന്തിനാണ്? Why do you offer a lame and a sick goat as a sacrifice? നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുവന്നാൽ അത് ദോഷം അല്ല, നിങ്ങൾ മുടന്തും ദീനവും ഉള്ളതിനെ അർപ്പിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ണുപൊട്ടിയതിനെയും മുടന്തും ദീനവും ഉള്ളതിനെയൊക്കെ അർപ്പിക്കുന്നത്? In other words, you're going through your flock and finding that which is useless and not valuable to you in any way. Say, okay, we have to make a sacrifice, let's sacrifice this. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങൾ ആട്ടിൻകൂട്ടത്തിലൂടെ പോയി നോക്കുമ്പോൾ അവിടെ ഉപയോഗം ഇല്ലാത്തതും കുഴപ്പങ്ങളുള്ളതുമായിട്ടുള്ളതിനെ എടുത്തിട്ട്, ശരി എന്തെങ്കിലുമൊക്കെ അർപ്പിക്കണമല്ലോ, ഇതിനെ തിരഞ്ഞെടുക്കാമെന്ന് അങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. The law in the Old Testament was you must offer the best. പഴയ നിയമത്തിലെ ദൈവം ഏറ്റവും നല്ല, you must offer the best as your sacrifice. That was the law. പഴയ നിയമത്തിലെ നിയമം ഏറ്റവും നല്ലതിനെ ആണ് യാഗം അർപ്പിക്കേണ്ടത് എന്നുള്ളതായിരുന്നു. And so the meaning of pure offering in verse 11 is you have to offer the very best. 11-ാം വാക്യത്തിലെ നിർമ്മലമായ വഴിപാട് എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും നല്ലതിനെ അർപ്പിക്കണം എന്നുള്ളതാണ്. In other words, the best part of your life and your time. മറ്റു വാക്കിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങളുടെ സമയത്തിന്റെ ഏറ്റവും നല്ല ഭാഗം. Is that true in your life? അത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണോ? Even if you say, I'm free from conscious sin. നിങ്ങൾ പറയാം, ബോധപൂർവമായിട്ടുള്ള പാപത്തിൽ നിന്നും ഞാൻ മുക്തനാണ് എന്ന്. That's good. അത് നല്ലതാണ്. But many people who are free from conscious sin are still not offering any sacrifice that costs them something in their life. ഈ ബോധപൂർവമായ പാപങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച പലരും അവർക്ക് എന്തെങ്കിലും വില കൊടുക്കേണ്ടി വരുന്ന ഒന്നും അർപ്പിക്കുന്നവരായിട്ട് ഉള്ളവരല്ല. I was born again 64 years ago. ഞാൻ 64 വർഷങ്ങൾക്ക് മുമ്പാണ് വീണ്ടും ജനിച്ചത്. And when I started reading the Bible regularly. ഞാൻ സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങിയിരുന്നു. And in those early days, one of the words the Lord spoke to me was from 2 Samuel 24, verse 24. ആദികാലങ്ങളിൽ കർത്താവ് എന്നോട് സംസാരിച്ച ഒരു വാക്യം 2 ശമൂവേൽ 24-ാം വാക്യമായിരുന്നു. That's what David said. അത് ദാവീദ് പറഞ്ഞ വാക്കാണ്. In the middle of that verse, it says, I will not offer to the Lord my God that which costs me nothing. അതിന്റെ മധ്യഭാഗത്താണ്, എനിക്ക് ഒന്നും ചിലവില്ലാത്ത
ചിലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. And the Lord spoke to me saying, in your whole life, you must never offer to me that which has cost you nothing. കർത്താവ് എന്നോട് പറഞ്ഞത്, നിന്റെ കുടുംബജീവിതത്തിൽ നിനക്ക് വിലയില്ലാത്ത ഒന്നും ചെലവില്ലാത്ത ഒന്നും എനിക്ക് അർപ്പിക്കരുത് എന്ന്. In your whole life, for the rest of your life. നിന്റെ മുഴു ജീവിതത്തിലും, നിന്റെ ബാക്കിയുള്ള ഇനിയുള്ള ജീവിതത്തിൽ മുഴുവൻ അങ്ങനെ ചെയ്യരുത്. That was also in relation to what we read in Malachi. അതും നാം മലാഖിയിൽ വായിച്ച അതിനോട് ബന്ധപ്പെട്ടതാണ്. So it's a good question to ask yourself, what has your Christianity cost you? ഇത് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന നല്ലൊരു ചോദ്യമാണ്. നിന്റെ ക്രിസ്തീയത നിനക്ക് അതിന് നീ എന്ത് വിലയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. Many Hindus suffer a lot when they become Christians. പല ഹിന്ദുക്കളായിരിക്കുന്നവര് അവർ ക്രിസ്ത്യാനികളാകുമ്പോൾ പല കാര്യങ്ങളിൽ അവര് കഷ്ടം അനുഭവിക്കുന്നു. And Muslims suffer even more. മുസ്ലിങ്ങളായിരുന്നവര് അതിലും അധികം കഷ്ടം അനുഭവിക്കുന്നു. Because very often they are killed if they become Christians. മിക്കവാറും അവര് ക്രിസ്ത്യാനികളാകുമ്പോൾ അവർ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. Whereas all of us who have come from Christian families, we have suffered almost nothing. എന്നാൽ ക്രിസ്തീയ കുടുംബങ്ങളിൽ നിന്നും വന്ന നാം അങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ ഒന്നും തന്നെ അനുഭവിച്ചിട്ടില്ല. Even the first century Christians, they had to pay a great price to be Christians. ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾക്കും അവർ ക്രിസ്ത്യാനികളായിരിക്കേണ്ടതിന് വലിയ വില നൽകേണ്ടി വന്നിരുന്നു. Especially the first 300 years, most Christians were killed for their faith. പ്രത്യേകിച്ചും ആദ്യത്തെ 300 വർഷങ്ങളിൽ മിക്കവാറും ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നിരുന്നു. We don't have to be killed in order to be true Christians. നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായിരിക്കേണ്ടതിന് കൊല്ലപ്പെടേണ്ടതില്ല. But if what we offer to God does not cost us anything, then we have to really ask ourselves whether we are the type of Christians God is looking for. എന്നാൽ നാം ക്രിസ്ത്യാനികളായിരിക്കേണ്ടതിന് നമുക്ക് പ്രത്യേകിച്ച് വിലയൊന്നും കൊടുക്കേണ്ടതില്ല, അങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നാം കർത്താവ് ഉദ്ദേശിക്കുന്ന രീതിയിലാണോ നാം എന്ന് നാം ചോദിക്കേണ്ടതുണ്ട്. See, all of us in all our CFC churches, we elders have a policy. We will not receive a salary or anything like that from anybody for serving the Lord. നമുക്ക് എല്ലാ CFC സഭകളിലും മൂപ്പന്മാർക്ക് അവര് ഒരു ശമ്പളമോ ആ രീതിയിലുള്ള ഒന്നും സ്വീകരിക്കുകയില്ല എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. And that's a wonderful testimony, for we have more than 200 elders in all our 100 churches. അത് വളരെ വലിയൊരു സാക്ഷ്യമാണ്. നമ്മുടെ സഭകളിൽ എല്ലാം കൂടെ 200-ലധികം മൂപ്പന്മാരുണ്ട്. And all of them have that testimony. അവർക്കെല്ലാം ഈ സാക്ഷ്യമുണ്ട്. That is a good testimony. അത് നല്ലൊരു സാക്ഷ്യമാണ്. But we can't sit back and say, therefore we are offering to the Lord that which costs us something. അതുകൊണ്ട് നമുക്ക് ചാരിയിരുന്ന് പറയാൻ കഴിയുകയില്ല, ഞാൻ എനിക്ക് വില നൽകിയാണ് ഞാൻ കർത്താവിനെ സേവിക്കുന്നതെന്ന്. Because God may have prospered you in so many ways in your work or your business or whatever it is, and therefore it's not really costing you anything to serve the Lord. കാരണം കർത്താവ് നിങ്ങളുടെ ജോലിയിലോ നിങ്ങളുടെ ബിസിനസ്സിലോ ഒക്കെ നിങ്ങൾക്ക് നല്ല അഭിവൃദ്ധി നൽകുകയും കർത്താവിനെ സേവിക്കുന്നതിന് പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു വില ഒന്നും നഷ്ടമാകുന്നില്ല. But if we want to know God's word and we want to know God personally, intimately, we have to sacrifice many things. എന്നാൽ കർത്താവിന്റെ വചനം അറിയേണ്ടതിനും കർത്താവിനെ വ്യക്തിപരമായിട്ട് അധികമായിട്ട് അറിയേണ്ടതിനും നാം പല കാര്യങ്ങളും നാം ത്യജിക്കേണ്ടതുണ്ട്. In other words, the work of the Lord must be number one priority in our life.
മറ്റു വാക്കിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ വേലയായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒന്നാമത്തെ കാര്യം. If you were to ask Paul, what is your job? നിങ്ങൾ പൗലോസിനോട് ചോദിക്കുകയാണ് നിന്റെ ജോലി എന്താണ് എന്ന്. He said, I'm an apostle. പൗലോസ് പറയും ഞാൻ ഒരു അപ്പോസ്തലനാണ്. But you may say, hey Paul, I thought you were a tent maker, stitching tents and earning your living. അപ്പോൾ ചോദിക്കും നിങ്ങൾ ഒരു കൂടാരപ്പണിക്കാരനാണ്, കൂടാരം തയ്ച്ച് അത് ശരിയാക്കുന്ന ആളാണെന്നാണല്ലോ പറഞ്ഞത്. He said, that's only to earn my living. But my job is as an apostle, to preach God's word and plant churches. പൗലോസ് പറയും അത് ഞാൻ എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. എൻ്റെ യഥാർത്ഥ ജോലി അപ്പോസ്തലനായിട്ട് കർത്താവിനെ സേവിക്കുക എന്നുള്ളതാണ്. What is your job? നിങ്ങളുടെ ജോലി എന്താണ്? Would you think of your earthly occupation as the first thing that comes to your mind? നിങ്ങളുടെ ഭൂമിയിലെ ജോലിയാണോ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? അങ്ങനെ ചോദിച്ചാൽ Would you say, I'm retired now, so I'm serving the Lord? അല്ലെങ്കിൽ ഇപ്പോ ഞാൻ വിരമിച്ചു, ഇപ്പോ ഞാൻ കർത്താവിനെ സേവിക്കുകയാണ് എന്ന് പറയുമോ? Serving the Lord must be our number one passion. കർത്താവിനെ സേവിക്കുന്നതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ ആഗ്രഹം, ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യമാണ്. Matthew 24, Jesus said like this. മത്തായി 24 കർത്താവ് ഇങ്ങനെ പറഞ്ഞു. He says the coming, verse 37. 37ാമത്തെ വാക്യത്തിൽ The coming of the Son of Man will be like the days of Noah. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. So the last days will be like the days of Noah. അവസാന കാലം അത് നോഹയുടെ കാലം പോലെ ആയിരിക്കും. And you read in Genesis 6 the two biggest sins in Noah's time. ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ നോഹയുടെ കാലത്തെ രണ്ട് പ്രധാനപ്പെട്ട പാവങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നു. One was a lot of violence. Killing each other. ഒന്നാമത്തേത് അക്രമം ധാരാളമായിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ കൊല്ലുന്നവരായിരുന്നു. Then there was sexual sin. അതുപോലെ തന്നെ ലൈംഗിക പാപവും ഉണ്ടായിരുന്നു അവിടെ. And not ordinary sexual sin. It says about the angels getting involved in sexual sin. അത് സാധാരണ ലൈംഗിക പാപങ്ങളല്ല, അവിടെ ദൂതന്മാരും പോലും അതിൽ ഏർപ്പെടുന്ന രീതിയിലുള്ള unnatural sexual sin. സ്വാഭാവികമല്ലാത്ത അസ്വാഭാവികമായിട്ടുള്ള ലൈംഗിക. In the last days there will be unnatural sexual relationships. അവസാന കാലങ്ങളിൽ സ്വാഭാവികമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. And a lot of hatred and violence. ധാരാളം വെറുപ്പും അക്രമവും ഉണ്ടായിരിക്കും. But that's not all. എന്നാൽ അതും മാത്രമല്ല, more important than that, അതിലും പ്രധാനമായിട്ട് in Noah's day there were 4 families, Noah and his 3 children and their families, who were 100% committed to building the ark. എന്നാൽ ആ സമയത്ത് നോഹയുടെ കാലത്ത് നോഹയും കുടുംബവും അവര് 100% ആ പെട്ടകം പണിയുന്നതിന് അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവരായിട്ടുള്ള അവരും ഉണ്ടായിരുന്നു. And he had brought up his 3 children to do the same thing. നോഹ തന്റെ 3 മക്കളെയും ഇതേ കാര്യം ചെയ്യുവാനായിട്ട് പരിശീലിപ്പിക്കുകയും ചെയ്തു. He had only 3 children, 3 sons, and all of them were involved in building the ark. നോഹയ്ക്ക് ആകെ 3 ആൺമക്കളെ ഉണ്ടായിരുന്നുള്ളൂ. അവർ 3 പേരും പെട്ടകം പണിയിൽ ചേർന്നു. And that is also a mark of the last days. അതും അവസാന നാളുകളുടെ ലക്ഷണമാണ്. That there will be some people who will devote themselves to building the church. ചില ആളുകൾ അവര് സഭയുടെ പണിക്ക് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിട്ട് ഉള്ളവരുണ്ട്. But Noah still did his secular job because he had to earn food for his family. നോഹ അപ്പോഴും ഒരു ഭൂമിയിലെ ഒരു ജോലി ചെയ്തിരുന്നു, കാരണം തന്റെ കുടുംബത്തിന് അപ്പം നൽകേണ്ടതുണ്ടായിരുന്നു. He must have had a field of
crops and fruit trees and all that, which he had to maintain and sell to earn money for his family. ഒരുപക്ഷെ നോഹയ്ക്ക് ഒരു ആ, ആ, വൃക്ഷങ്ങളുള്ള ഒരു പാടം അത് വിറ്റ് തൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും നൽകേണ്ട ഭക്ഷണം നൽകേണ്ടതുണ്ട്. ആ രീതിയിൽ ചെയ്തിരുന്നു. And he at the same time needed to buy so many things for the ark, from which he would have also had to pay for. അതേസമയം തന്നെ ആ പെട്ടകത്തിന്റെ പണിക്ക് വേണ്ടിയും പല സാധനങ്ങൾ വാങ്ങേണ്ടത് ഉണ്ടായിരുന്നു. അതിനും പണം നോഹ തന്നെ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. When the Lord told Noah to build an ark, നോഹയോട് ദൈവം പെട്ടകം പണിയാൻ പറഞ്ഞപ്പോൾ, if it were today's Christian workers, they would ask, where's the money going to come from? ഇന്നത്തെ ക്രിസ്തീയ പ്രവർത്തകർ ആയിരുന്നുവെങ്കിൽ ചോദിച്ചേനെ, അതിനുള്ള പണം എവിടെ നിന്ന് വരും? If the Lord says you got to build a building for your church, കർത്താവ് പറയുകയാണ് നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഒരു കെട്ടിടം പണിയണമെന്ന്, what would be the first question that comes to your mind? ആദ്യം അതിന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യം എന്തായിരിക്കും? Where's the money going to come from? അതിനുള്ള പണം എവിടെ നിന്നാണ് വരാൻ പോകുന്നത്? Imagine to build a ship, such a huge ship to accommodate so many animals. It costs a lot of money. ഇങ്ങനെ സങ്കല്പിച്ച് നോക്കിയ ഒരു വലിയ കപ്പൽ എല്ലാ മൃഗങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്ര വലിപ്പമുള്ള കപ്പൽ ഉണ്ടാക്കുന്നതിന് എത്ര പണം ചെലവായിരിക്കും? But Noah never asked the Lord, where's the money going to come from? എന്നാൽ നോഹ ഒരിക്കലും കർത്താവിനോട് ചോദിച്ചില്ല എവിടുന്നാണ് അതിനുള്ള പണം വരുന്നതെന്ന്. He knew that if he asked that question, the Lord would say, your own money, use your own money to build the ark. നോഹയ്ക്ക് അറിയാമായിരുന്നു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലും കർത്താവ് പറയും, നിന്റെ തന്നെ പണം ഉപയോഗിച്ച് പെട്ടകം ഉണ്ടാക്കുക. That is the question you have to answer. അതാണ് നിങ്ങൾ ഉത്തരം പറയേണ്ട ചോദ്യം. Is your love for the church so much that you'll use your own money to build the church? സഭയോടുള്ള നിങ്ങളുടെ സ്നേഹം അത്രമാത്രമുണ്ടോ നിങ്ങളുടെ സ്വന്തം പണം ഉപയോഗിച്ചാണ് നിങ്ങൾ സഭ പണിയുന്നത്? You will use your own money to build a church building for the people to meet. സഭയിലെ ആളുകൾക്ക് കൂടി വരേണ്ടതിനുള്ള സഭയുടെ കെട്ടിടം പണിയാൻ നിങ്ങളുടെ സ്വന്തം പണം ഉപയോഗിക്കുന്നുണ്ടോ? That is the spirit of Noah. അതാണ് നോഹയുടെ ആത്മാവ്. It is the exact opposite of today's Christian workers. ഇത് ഇന്നത്തെ ക്രിസ്തീയ വേലക്കാരുടെ നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ്. It's a well-known fact that many Christian workers in India have become millionaires through doing Christian work. ഇന്ത്യയിലെ ക്രിസ്തീയ വേലക്കാർ പലരും അവർ ക്രിസ്തീയ പ്രവർത്തനത്തിലൂടെ വലിയ ധനവാന്മാരായിട്ടുണ്ട്. Even the bank people know that many Pentecostal pastors, how much money they have in the bank account. ബാങ്കിലുള്ള ആളുകൾക്ക് പോലും അറിയാം, പെന്തക്കോസ്തിലുള്ള പാസ്റ്റർമാർക്കും അവർക്കും എത്രമാത്രം പണം ബാങ്കിൽ അവരുടെ പേരിലുണ്ട്. Not from their own earning, it is by sending reports and getting money from other places. അതൊന്നും അവര് അധ്വാനിച്ചുണ്ടാക്കിയതല്ല, പല റിപ്പോർട്ടുകൾ പല സ്ഥലത്തേക്ക് അയച്ചിട്ട് അങ്ങനെ ലഭിച്ചതാണ്. There was a time when these movements started, Brethren or Pentecostal and all, when there was a real power in their midst. ഈ പ്രവർത്തനങ്ങൾ ബ്രദറൻ പെന്തക്കോസ്ത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയ സമയത്ത് അവിടെ വലിയൊരു ശക്തിയും ഒക്കെ ഉണ്ടായിരുന്നു. Why is it gone? അത് എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടു പോയത്? The numbers may have increased, but the power has gone long ago. അവരുടെ എണ്ണം വർദ്ധിച്ചു, എന്നാൽ അതിന്റെ ശക്തി വളരെ നാൾ മുമ്പേ നഷ്ടപ്പെട്ടു പോയി. It's because of prosperity. അതിന്റെ കാരണം സമൃദ്ധി ആണ്. Now, there are many prosperous people in the Bible who are very spiritual, like Job and Abraham. ബൈബിളിൽ യോബിനെയും എബ്രഹാമിനെയും പോലെ വളരെ സമൃദ്ധി ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. But they did not make money by sending reports about their work. എന്നാൽ അവര്
അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകളോ ഒന്നും അയച്ചല്ല പണം അവർക്ക് ലഭിച്ചത്. They worked hard and earned money. അവര് വളരെ അധ്വാനിച്ച് പണം ഉണ്ടാക്കിയതാണ്. God bless them. ദൈവം അവരെ അനുഗ്രഹിച്ചു. Now God has raised up CFC churches in Kerala to stand against all this corruption. ദൈവം കേരളത്തിലുള്ള CFC സഭകളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ജീർണതകളിൽ നിന്നും അതിനെതിരെ നിൽക്കുന്നതിന് വേണ്ടിയാണ്. See, if you were living in Noah's time, what would you do? നിങ്ങൾ നോഹയുടെ സമയത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുമായിരുന്നത്? I know what I would do. I would go to Noah and say, listen, brother Noah, I am 100% with you. All that I have, all that I am is available to you to build the ark. ഞാൻ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞേനെ എന്ന് ഞാൻ 100% നോഹേ, ഞാൻ താങ്കളുടെ കൂടെയാണ്. എനിക്കുള്ളതും ഞാൻ ആയിരിക്കുന്നതെല്ലാം ഞാൻ അങ്ങയുടെ കൂടെ ഞാൻ തരുന്നു. Now we are not living in Noah's time, we are living in this time. എന്നാൽ ഇപ്പോൾ നാം നോഹയുടെ കാലത്തല്ല, ഈ കാലത്താണ് ജീവിക്കുന്നത്. And what the Lord is building today is not the ark, he's building the church. ദൈവം ഇപ്പോൾ പണിയുന്നത് പെട്ടകമല്ല, സഭയാണ്. Would your commitment to the Lord be the same as you would be to Noah to build the ark if you were living in his time? നോഹയുടെ കാലത്ത് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നോഹയുടെ പെട്ടകം പണിയുവാൻ ഉണ്ടാകുമായിരുന്ന ആ ഒരു അത്രയും അർപ്പണം ഇപ്പോൾ സഭയെ പണിയുന്നതിന് നിങ്ങൾക്കുണ്ടോ? You would believe at that time that the ark is the only thing that will remain when the world is destroyed. ആ സമയത്ത് ലോകം നശിപ്പിക്കപ്പെടുമ്പോൾ പെട്ടകം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? Do you really believe that when the world is destroyed now, the church is the only thing that will remain? എന്നാൽ ഇപ്പോൾ ഈ ലോകം നശിപ്പിക്കപ്പെടുമ്പോൾ സഭയാണ് നിലനിൽക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? Your work, your business, your house, your bank account will all be finished. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അതെല്ലാം നശിച്ചു പോകും. The church will remain. സഭ നിലനിൽക്കും. Not what is called the church, but the real church of Jesus Christ. സഭ എന്ന് പറയുന്ന കാര്യമല്ല, യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിന്റെ സഭ. Now the reason I'm taking so much time to emphasize this is because unless there is that total commitment, God is not going to back you up 100%. ഞാൻ ഈ കാര്യം ഇത്രമാത്രം ഊന്നിൽ പറയുന്നതിന്റെ കാര്യം, നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു അർപ്പണബോധം ഇല്ലെങ്കിൽ ദൈവം നിങ്ങളെ പിന്താങ്ങുകയില്ല. We read in Acts chapter 1 verse 1. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു. Luke is describing the gospel he wrote. ലൂക്കോസ് താൻ എഴുതിയ സുവിശേഷത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. In the first verse. 1-ാം വാക്യത്തിൽ. And he calls it's a description of all that Jesus began to do and teach. അവിടെ യേശു ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് അതായിരുന്നു സുവിശേഷം എന്ന് പറയുന്നു. What did Jesus do? യേശു എന്താണ് ചെയ്തത്? He first did and then taught. യേശു ആദ്യം ചെയ്തു, അതിനുശേഷമാണ് സംസാരിച്ചത്. He did not teach what he did not do. താൻ ചെയ്യാതിരുന്നതിനെ യേശു പഠിപ്പിച്ചില്ല. We are not to teach what we have not done. നാം ചെയ്യാതിരിക്കുന്നതിനെ നാം പഠിപ്പിക്കരുത്. How can you preach about being free from anxiety if you are anxious yourself? ആകുല ചിന്തയിൽ നിന്നും വിടുതൽ ആയിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ പഠിപ്പിക്കാൻ കഴിയും, അതിൽ നിന്ന് നിങ്ങൾ തന്നെ വിടുതൽ പ്രാപിച്ചിട്ടില്ല എങ്കിൽ? How can you preach against anger if you get angry yourself? നിങ്ങൾ കോപിക്കുന്നവരാണെങ്കിൽ കോപത്തിനെതിരെ നിങ്ങൾക്ക് എങ്ങനെ പ്രസംഗിക്കാൻ കഴിയും? How can you preach against dirty thoughts
if you have dirty thoughts yourself? മലിനമായിട്ടുള്ള ചിന്തകൾക്കെതിരെ നിങ്ങൾക്ക് മലിനമായിട്ടുള്ള ചിന്തകൾ ഉള്ളപ്പോൾ എങ്ങനെ പ്രസംഗിക്കാൻ കഴിയും? And there are many born again believers who watch pornography on their computer and their phone. പല വീണ്ടും ജനിച്ച വിശ്വാസികളുണ്ട്, അവരുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ പോർണോഗ്രാഫി കാണുന്നവരായിട്ട്. Those who teach must be totally free from all these things. പഠിപ്പിക്കുന്നവരായിട്ടുള്ളവർ ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും വിടുതൽ പ്രാപിച്ചവരായിരിക്കണം. Jesus did, then taught. യേശു ചെയ്തു, അതിനുശേഷം ഉപദേശിച്ചു. And if you have not overcome in some area, നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ജയം പ്രാപിച്ചിട്ടില്ല എങ്കിൽ you can still speak about it if you are honest and say, I am pursuing this. I have not reached the top of the mountain, but I am climbing. നിങ്ങൾക്ക് അപ്പോഴും പഠിപ്പിക്കാൻ കഴിയും. എന്നാൽ സത്യസന്ധതയോടെ ഈ കാര്യം പറയണം. ഞാൻ ഇതിനെ പിന്തുടരുകയാണ്, ഞാൻ അതിൻ്റെ മലയുടെ മുകളിലെത്തിയിട്ടില്ല, എന്നാലും ഞാൻ അത് കയറി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. But we cannot preach about anything which we are not passionately following. നാം വളരെ ആത്മാർത്ഥതയോടെ പിൻപറ്റാത്ത ഒന്നിനെക്കുറിച്ച് നമുക്ക് ഒരിക്കലും പ്രസംഗിക്കാൻ കഴിയുകയില്ല. It's also very important to proclaim the truths mentioned in Matthew 5, 6 and 7. അതേപോലെ തന്നെ മത്തായി 5, 6, 7 അധ്യായങ്ങളിലുള്ള ആ സത്യങ്ങളെ പ്രഘോഷിക്കേണ്ടതും ആവശ്യമാണ്. When God told Noah to build the ark, he told him between the planks of wood, you have to put some pitch, which is like tar, so that the whole thing becomes watertight. Water will not come inside. നോഹ പെട്ടകം പണിയുന്ന സമയത്ത് അതിൻ്റെ ആ പലകകൾ നിരത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ ടാറ് പോലെയുള്ള ഒരു കാര്യം വെക്കണം. അത് വെള്ളം കയറാത്ത നിലയിലുള്ള ഒരു കാര്യമാണത്. That is how they make it watertight. അതിനെ വെള്ളം കയറാത്ത നിലയിലാക്കുന്നത് അങ്ങനെയാണ്. And so in our walk with the Lord also, അതുപോലെ തന്നെ നമ്മുടെ കർത്താവിനോടൊത്തുള്ള നടപ്പിൽ, and in the way we are building a church, അതുപോലെ നമ്മൾ സഭയെ പണിയുന്ന വിധത്തിലും we have to have something like that tar that prevents the world from coming inside the church. നമുക്കും ആ ടാറ് പോലെയുള്ള ഒരു കാര്യം ആവശ്യമാണ്, ലോകം നമ്മിലേക്ക് കയറി വരുന്നതിന് തടയുന്നതിനായി. We have to protect our young people, particularly our girls, from worldly lifestyles and dressing. നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ചും പെൺകുട്ടികളെ ലൗകികമായിട്ടുള്ള ജീവിത രീതിയോ വസ്ത്രധാരണ രീതിയിൽ നിന്നോ ഒക്കെ സംരക്ഷിക്കേണ്ടതുണ്ട്. And the many pressures there are on young people nowadays in school and college for worldly influences to come in. നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ളവർ സ്കൂളിലും കോളേജുകളിലും ലോകത്തിന്റെ വലിയ സ്വാധീനം, അതിന്റെ ഒരു സമ്മർദ്ദം അവരിലുണ്ട്. Think of this, how Noah would have been careful to put tar between all the joints of the planks of wood all throughout the whole ark. ഇങ്ങനെ ചിന്തിക്കുക, ഈ പലകകൾക്കിടയിൽ പെട്ടകത്തിന്റെ എല്ലാ പലകൾക്കിടയിലും കൂടെ ആ ടാറ് വെക്കുവാനായിട്ട് നോഹ എത്രമാത്രം താല്പര്യമുള്ളവനായിരുന്നു. If there was one place where there was a hole, that's enough to sink that ship. എന്നാൽ അതിന് എവിടെയെങ്കിലും ഒരു ചെറിയ ദ്വാരമുണ്ടെങ്കിൽ അത് മതി ആ കപ്പലിനെ മുക്കിക്കളയുവാൻ. We need to ask ourselves whether we are equally careful to keep the world outside our home and outside our church. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്, നാം അത്രമാത്രം താല്പര്യമുള്ളവരായ ജാഗ്രതയുള്ളവരാണോ ഈ ലോകത്തെ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ സഭയിൽ നിന്നും അകറ്റി നിർത്തുന്നതിന്? And when you preach such things, you will offend some people, definitely. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ചിലരെയൊക്കെ അത് മുറിപ്പെടുത്തും. And some people will go. ചില ആളുകൾ വിട്ടുപോയെന്നിരിക്കും.
In John chapter 6, we read an amazing thing. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യം നാം വായിക്കുന്നു. That chapter begins with about 10,000 people listening to Jesus. ആ അധ്യായം ആരംഭിക്കുന്നത് 10,000-ഓളം ആളുകൾ കർത്താവിനെ കേൾക്കുന്നത് കൊണ്ടാണ്. 5,000 men plus many women and children. 5,000 പുരുഷന്മാരും പല അധികം സ്ത്രീകളും കുഞ്ഞുങ്ങളും. But by the time the chapter ends, there are only 11 people left, verse 70. എന്നാൽ ആ അധ്യായം അവസാനിക്കുമ്പോൾ അവിടെ 11 പേരെ കർത്താവിനോടുകൂടെ നിൽക്കുന്നുള്ളൂ 70-ാം വാക്യത്തിൽ. So what is it that reduced this number of 10,000 to just 11 people? ഇത് എന്തുകൊണ്ടാണ് ഈ 10,000-ൽ നിന്നും 11-ലേക്ക് കുറഞ്ഞു വന്നത്? If you read that, what he preached in that in between verses, അതിനിടയിൽ കർത്താവ് പ്രസംഗിച്ച കാര്യങ്ങളെ വായിക്കുകയാണെങ്കിൽ, he spoke about never doing our own will but doing the will of God alone. കർത്താവോട് പ്രസംഗിച്ചത് നമ്മുടെ തന്നെ ഇഷ്ടം ചെയ്യാതെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ള കാര്യമായിരുന്നു. That is in John 6 verse 38. യോഹന്നാൻ 6:38, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. That is the meaning of taking up the cross. അതാണ് ക്രൂശ് എടുക്കുക എന്നുള്ളതിന്റെ അർത്ഥം. When Jesus said we got to take up the cross every day, യേശു പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും ക്രൂശ് എടുക്കണമെന്ന്, and follow me, ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണമെന്ന്. This is what he meant. Every day I have to make sure I don't do my own will but the will of God. കർത്താവോടെ അർത്ഥമാക്കിയത് ഇതാണ്, എല്ലാ ദിവസവും ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ് ചെയ്യേണ്ടത്. And then he spoke more about the cross by saying, you got verse 54, you got to eat my flesh and drink my blood. 54-ാം വാക്യത്തിൽ കൂടുതലായിട്ട് ഈ ക്രൂശിനെ കുറിച്ച് കർത്താവ് പറയുന്നു, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. It was the message of the cross that reduced these 10,000 people to 11 people. ഈ ക്രൂശിന്റെ സന്ദേശമാണ് 10,000 ആളുകളിൽ നിന്നും അതിനെ 11 പേരിലേക്ക് കുറച്ചു കൊണ്ടുവന്നത്. What is it that builds all the big mega churches in the world today? വലിയ വലിയ സഭകൾ ഇന്ന് ഉള്ളതിനെ എങ്ങനെ എന്താണ് പണി അവിടെ ഉള്ളത്? The message being preached there is a message of earthly prosperity. അവിടെ പ്രസംഗിക്കപ്പെടുന്ന സന്ദേശം ഈ ഭൂമിയിലെ സമൃദ്ധിയുടെ സുവിശേഷമാണ്. Yeah, that is what builds the numbers. അതാണ് എണ്ണം കൂട്ടുന്നത്. I don't know how many churches in the world regularly preach the message of the cross. എനിക്ക് അറിയില്ല എത്ര സഭകൾ സ്ഥിരമായിട്ടും ക്രൂശിന്റെ സന്ദേശം പ്രസംഗിക്കുന്നതായിട്ടുണ്ടെന്ന്. I believe God has raised up the CFC churches in Kerala particularly to emphasize this message. ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് കേരളത്തിലുള്ള CFC സഭകളെ എഴുന്നേൽപ്പിച്ചത് പ്രത്യേകിച്ചും ഈ സന്ദേശം പ്രസംഗിക്കുന്നതിന് വേണ്ടിയാണ്. Death to self-will. നിങ്ങളുടെ സ്വന്ത ഹിതത്തെ ത്യജിക്കുക. That is the cross. അതാണ് ക്രൂശ്. And doing God's will. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. And then there are many aspects of it which we can speak about if we have walked that way in our own life. അതുപോലെ അതിന് തന്നെ പല തലങ്ങളുണ്ട്. അത് നാം ജീവിതത്തിൽ നടന്നതനുസരിച്ച് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും. Paul said in 1 Corinthians 11 verse 1. പൗലോസ് 1 കൊരിന്ത്യർ 11:1 വാക്യത്തിൽ പറയുന്നത്, he said, follow me as I follow Christ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവിൻ. My dear brothers, each of us must be able to say that to our congregation.
എൻ്റെ പ്രിയ സഹോദരന്മാരെ, നാം ഓരോരുത്തരും ഇതുപോലെ നമ്മുടെ സഭയിലുള്ളവരോട് പറയുവാൻ നമുക്ക് കഴിയണം. However powerfully we preach, if you cannot say this, you're not a proper leader. എത്ര ശക്തിയോടെ നാം പ്രസംഗിക്കുന്നവരായിരുന്നാലും ഇത് നമുക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള നേതാവായിരിക്കാൻ കഴിയുകയില്ല. In the book of Hebrews, there is one title given to Jesus which is not found anywhere else in the Bible. എബ്രായ ലേഖനത്തിൽ ബൈബിളിൽ മറ്റെങ്ങും കാണാത്ത ഒരു പേര് കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. That is forerunner. അത് മുന്നോടി എന്നുള്ള പേരാണ്. Hebrews 6:20. എബ്രായർ 6:20. Later on in chapter 12 and verse 2, it says, "Let us run the race looking unto Jesus." പിന്നീട് അതിന്റെ 12-1 വാക്യത്തിൽ പറയുന്നു, കർത്താവിനെ നോക്കി നമ്മുടെ ഓട്ടം ഓടാമെന്ന്. So he has gone ahead of us. കർത്താവ് നമുക്ക് മുമ്പേ ഓടിയിട്ടുണ്ട്. And that's why he's called a forerunner. അതുകൊണ്ടാണ് കർത്താവിനെ മുമ്പേ ഓടിയവൻ എന്ന് പറയുന്നത്. It says in Hebrews 12:2, he endured the cross. എബ്രായർ 12:2 പറയുന്നത് കർത്താവ് ക്രൂശിനെ സഹിച്ചു എന്ന്. And that is how he reached the throne. അങ്ങനെയാണ് കർത്താവ് ആ സിംഹാസനത്തിൽ എത്തിച്ചേർന്നത്. And now we have to run the same race behind him. ഇപ്പോൾ നാം അതേ ഓട്ടം കർത്താവിന്റെ പുറകെ ഓടേണ്ടതുണ്ട്. Fixing our eyes on Jesus alone. നമ്മുടെ കണ്ണുകൾ കർത്താവിന്റെ മേൽ മാത്രം വെച്ചുകൊണ്ട് every day seeking to understand a little more about how he denied himself and followed the Father's leading. എല്ലാ ദിവസവും കൂടുതലായിട്ട് കർത്താവ് എങ്ങനെയാണ് തന്റെ ഇഷ്ടം ത്യജിച്ച് പിതാവിന്റെ ഇഷ്ടം ചെയ്തത് എന്നുള്ളതിനെ കുറച്ചുകൂടി നോക്കി അങ്ങനെ അതിനുവേണ്ടി നോക്കുന്നവരായി. That is the education we must be getting more and more in our life. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കേണ്ട ആ വിദ്യാഭ്യാസം. See, how do we examine whether we ourselves are making progress in our Christian life? നാം തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? I'll tell you one of the great dangers of being an elder. ഒരു മൂപ്പനായിരിക്കുന്നതിന്റെ വലിയ അപകടത്തെക്കുറിച്ച് ഞാൻ പറയാം. You are already spiritually ahead of the people in your church. നിങ്ങളുടെ സഭയിലുള്ള ആളുകളെക്കാൾ ആത്മീയമായിട്ട് മുൻപിൽ നിൽക്കുന്നവരാണ്. And they respect you. അവർ നിങ്ങളെ ബഹുമാനിക്കുന്നു. And the great danger is therefore that you yourself will make no progress in your life. എന്നാൽ വലിയ അപകടം ഇതാണ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാക്കാതിരിക്കുന്നത് എന്നത്. The Christian life must be one where we are constantly making progress until Christ returns. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ക്രിസ്തു മടങ്ങി വരുന്നത് വരെ തുടർമാനമായിട്ടുള്ള പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതാണ്. The last message that the Lord gave to the church, do you know what that is? കർത്താവ് സഭയ്ക്ക് വേണ്ടി നൽകിയ ഏറ്റവും അവസാനത്തെ സന്ദേശം അതെന്താണെന്ന് അറിയാമോ? What is the last message in the Bible that the Lord gave to the church? കർത്താവ് സഭയ്ക്ക് നൽകിയ ഏറ്റവും അവസാനത്തെ സന്ദേശം എന്താണ്? Most people will say, go into all the world and preach the gospel. മിക്ക ആളുകളും പറയും ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു എന്ന്. That is what he gave on the earth. അത് കർത്താവ് ഭൂമിയിൽ വെച്ച് നൽകിയ അവസാനത്തെ സന്ദേശമായിരുന്നു. But after he went to heaven, എന്നാൽ കർത്താവ് സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം നൽകിയത്, the last message he gave in Revelation chapter 2 and chapter 3 is repent. അവിടെ വെളിപ്പാട് 2-ലും 3-ലും കർത്താവ് നൽകിയ ആ സന്ദേശം അത് മാനസാന്തരപ്പെടുക എന്നുള്ളതായിരുന്നു. And to whom is he saying that? അത് ആരോടാണ് കർത്താവ് പറയുന്നത്? In the day of Pentecost, Peter told unbelievers, repent. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് അവിശ്വാസികളോടാണ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടുവിനെന്ന്. But by the time you come to the end of the Bible, the Lord is telling the elders in the church to repent. എന്നാൽ ബൈബിളിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് മൂപ്പന്മാരോടാണ് പറയുന്നത് മാനസാന്തരപ്പെടുവിൻ എന്ന്. Those
but to those 5 churches, it is to the elders he says, repent. ആ 5 സഭകളിൽ അവിടുത്തെ മൂപ്പന്മാരോടാണ് കർത്താവ് പറയുന്നത് മാനസാന്തരപ്പെടുവിനെന്ന്. So what do we have to repent of? നാം എന്തിനെ കുറിച്ചാണ് മാനസാന്തരപ്പെടേണ്ടത്? If your life is already much better than the life of other people in your church, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സഭയിലുള്ള മറ്റുള്ളവരെക്കാൾ ഇപ്പോൾ തന്നെ മെച്ചമാണ് എങ്കിൽ, it should be like that if you are an elder. നിങ്ങളൊരു മൂപ്പനായിരിക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം. There's a danger of becoming satisfied with that. അവിടെ കൊണ്ട് തൃപ്തി അടഞ്ഞു പോകുന്നതിന്റെ ഒരു അപകടമുണ്ട്. And then all progress stops. അപ്പോൾ എല്ലാ പുരോഗതിയും അവിടെ നിൽക്കും. And you stop judging yourself. നിങ്ങളെ തന്നെ വിധിക്കുന്നത് നിങ്ങൾ നിർത്തും. What do we need to repent of? നാം എന്തിനെ കുറിച്ചാണ് മാനസാന്തരപ്പെടേണ്ടത്? I believe that our life should be one of constant repentance every day. ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ ജീവിതം എല്ലാ ദിവസവും തുടർമാനമായിട്ടുള്ള മാനസാന്തരത്തിൻ്റെതായിരിക്കണമെന്നാണ്. What is the meaning of repentance? മാനസാന്തരം എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? I told you from John 6, turning around from doing our will, doing God's will. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്നും ഞാൻ പറഞ്ഞു, നമ്മുടെ ഇഷ്ടം ചെയ്യുന്നതിൽ നിന്നും തിരിഞ്ഞ് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളത്. And until you can say that you have become 100% like Jesus Christ, you have to repent. നിങ്ങൾ 100% കർത്താവിനെ പോലെ ആയി എന്ന് പറയുന്നത് വരെ നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ കാര്യങ്ങളുണ്ട്. That is why I can say before God, I repent every day. അതുകൊണ്ടാണ് എനിക്ക് കർത്താവിന്റെ മുമ്പിൽ പറയാൻ കഴിയും, ഞാൻ എല്ലാ ദിവസവും മാനസാന്തരപ്പെടുന്നു എന്ന്. Every day I find something to judge myself in and repent of. എല്ലാ ദിവസവും എന്നെ തന്നെ വിധിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യാനായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്നു. Not in external things. Those things were finished long ago. പുറമേയുള്ള കാര്യങ്ങളല്ല, ആ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. I'm talking about inward attitudes and thoughts. ഞാൻ പറയുന്നത് അകമേയുള്ള ചിന്തകളെക്കുറിച്ചും മനോഭാവങ്ങളെക്കുറിച്ചുമാണ്. And I'm not talking about sexually lustful thoughts. Those things you should overcome very quickly. ലൈംഗികമായിട്ടുള്ള മോഹപരമായിട്ടുള്ള ചിന്തകളെക്കുറിച്ചും അല്ല ഞാൻ പറയുന്നത്. അതൊക്കെ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ ജയിക്കണം. I am talking about thoughts where we seek our own. ഞാൻ പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടം അന്വേഷിക്കുന്ന ആ ചിന്തകളെക്കുറിച്ചാണ്, മനോഭാവത്തെക്കുറിച്ചാണ്. See, turn to Philippians chapter 2. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് തിരിയാം. When Paul writes about Timothy, പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് എഴുതുമ്പോൾ he says in verse 19 to 21, അതിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. Philippians 2:20. ഫിലിപ്പിയർ 2:20. I don't have anybody else like him who's genuinely concerned about your welfare. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. Paul's number one co-worker was Timothy. പൗലോസിന്റെ ഒന്നാമത്തെ സഹപ്രവർത്തകൻ തിമോത്തിയോസ് ആയിരുന്നു. And he says about all his other co-workers, തന്റെ മറ്റ് സഹപ്രവർത്തകരെ കുറിച്ച് പൗലോസ് പറയുന്നത് verse 21, they all seeking after their own, not the things that are Christ Jesus. 21-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. Were they not believers? അവര് വിശ്വാസികളായിരുന്നില്ലേ? They were believers, they were full-time workers, they were elders. അവര് വിശ്വാസികളായിരുന്നു, അവര് പൂർണ്ണസമയ പ്രവർത്തകരായിരുന്നു, അവര് മൂപ്പന്മാരായിരുന്നു. But they were seeking their own. എന്നാൽ അവര് സ്വന്തം കാര്യമായിരുന്നു അന്വേഷിച്ചിരുന്നത്. The purposes of Christ were not number one in their thinking. ക്രിസ്തുവിന്റെ പദ്ധതികളായിരുന്നില്ല അവരുടെ ചിന്തകളിലെ ഒന്നാമത്തെ കാര്യം. My brothers, please ask yourself. എന്റെ സഹോദരന്മാരെ, നിങ്ങളോട് തന്നെ കാര്യം ചോദിക്കുക. Were the interests of Jesus Christ
are number one in your life. യേശു ക്രിസ്തുവിന്റെ താല്പര്യങ്ങളാണോ നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ കാര്യം? Even more than your own family. നിങ്ങളുടെ കുടുംബത്തേക്കാൾ മുകളിലായിട്ട്. We have to take care of our family. നമ്മുടെ കുടുംബത്തെ നാം സംരക്ഷിക്കണം. But I'll tell you what I have discovered in the last 55 years of my married life. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ എൻ്റെ 55 വർഷത്തെ കുടുംബജീവിതത്തിൽ നിന്നും ഞാൻ കണ്ടെത്തിയ കാര്യമാണ്. That when I have sought God's kingdom and His church and His work first, God has taken care of my family. ഞാൻ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ സഭയും ദൈവത്തിൻ്റെ പ്രവർത്തനവും അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കി. I told the Lord once, I say, Lord, I'll take care of your family, you please take care of mine. ഞാൻ കർത്താവിനോട് ഒരിക്കൽ പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയുടെ കുടുംബത്തിന്റെ കാര്യം നോക്കാം, എൻ്റെ കുടുംബത്തിന്റെ കാര്യം അങ്ങ് നോക്കണമെന്ന്. I made an exchange with God many years ago. ഞാൻ കർത്താവുമായിട്ട് ഒരു കൊടുക്കൽ വാങ്ങൽ പല വർഷങ്ങൾക്ക് മുമ്പ് നടത്തി. And the Lord has kept His word and taken much better care of my family than I have taken care of His family. കർത്താവ് ആ കാര്യത്തിൽ ഞാൻ കർത്താവിന്റെ കുടുംബത്തെ നോക്കുന്നതിലും വളരെ അധികം നന്നായിട്ട് എൻ്റെ കുടുംബത്തെ കർത്താവ് നോക്കി. I want you to make that exchange in your life. ആ ഒരു കൈമാറ്റം നിങ്ങൾ നടത്തണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Lord, I want to be devoted to taking care of your family. ഞാൻ അങ്ങയുടെ കുടുംബത്തെ നോക്കുന്നതിൽ ഞാൻ അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചവനായിരിക്കണം. I believe you will take care of my family. ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എൻ്റെ കുടുംബത്തെയും നോക്കുമെന്ന്. We must have that faith, otherwise we cannot lead the church. What will we teach other people? ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയില്ല. അത് This verse 21 is true about everybody in the world. ഈ 21ാമത്തെ വാക്യം ലോകത്തിലെ എല്ലാവരെയും സംബന്ധിച്ചും അത് സത്യമാണ്. They all seek their own. എല്ലാവരും സ്വന്തം കാര്യമാണ് നോക്കുന്നത്. And when they come into the church, they continue to seek their own. അവര് സഭയിൽ വന്നതിന് ശേഷവും അത് തന്നെ അവരുടെ സ്വന്തം കാര്യം നോക്കുന്നത് തുടരുന്നു. They say, well, we have this problem, that problem, the other problem. അവര് പറയും, ഞങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, മറ്റേ പ്രശ്നമുണ്ട് എന്നൊക്കെ. It is all true. അതെല്ലാം ശരിയാണ്. But if they would seek the kingdom of God first, God would amazingly take care of many of those other things. എന്നാൽ കർത്താവിന്റെ രാജ്യം അത് ഏറ്റവും ഒന്നാമതായിട്ട് നിങ്ങൾ വെക്കുകയാണെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം കർത്താവ് ആശ്ചര്യകരമായിട്ട് അതിനെ ചെയ്യും. And that should be your testimony, that as you took care of God's family, God took care of yours. അതായിരിക്കണം നിങ്ങളുടെ സാക്ഷ്യം. നിങ്ങൾ ദൈവത്തിന്റെ കുടുംബത്തെ നോക്കിയപ്പോൾ കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ചു. That should be that you can then help other people in the church also to have such a testimony. നിങ്ങളുടെ സഭയിലുള്ള മറ്റുള്ളവർക്കും ഈ ഒരു സാക്ഷ്യമുള്ളവരായിരിക്കാൻ അവരെ സഹായിക്കാനും കഴിയും. Then your church is becoming stronger. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സഭ കൂടുതൽ ശക്തിയുള്ളതായി തീരും. Not just if more and more people have started coming to the meeting. മീറ്റിങ്ങുകൾക്ക് അധികം ആളുകൾ വരാൻ തുടങ്ങുന്നത് അല്ല. I'm not excited when more people come to the meeting. കൂടുതൽ ആളുകൾ മീറ്റിങ്ങുകൾക്ക് വരുമ്പോൾ ഞാൻ അവിടെ വലിയ in Bangalore, this is one of the problems we are facing in CFC. ബാംഗ്ലൂരിൽ അവിടെ CFCയിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. Now more than 600-700 people are coming on Sunday morning. ഇപ്പോൾ 600-700 ആളുകളിലധികം ഞായറാഴ്ച രാവിലെ വരുന്നുണ്ട്. I can see they're not all disciples. എനിക്ക് കാണാൻ കഴിയും അവരിൽ എല്ലാവരും ശിഷ്യന്മാരല്ല. I have to speak strongly to them. ഞാൻ അവരോട് വളരെ ശക്തിയോടെ സംസാരിക്കാറുണ്ട്. But if you're not serious about following the Lord, please don't come here. Go and sit in some other church.
കർത്താവിനെ പിൻപറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾ ദയവായി ഇവിടെ വരരുത്, വേറെ ഏതെങ്കിലും സഭയിൽ പോവുക എന്ന്. You are not willing to deny yourself and take up the cross every day. This is not the church for you. നിങ്ങളെ തന്നെ ത്യജിച്ച് എല്ലാ ദിവസവും ക്രൂശ് എടുക്കുവാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഇതല്ല നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥലം. You need to ask yourself when you in your own churches, why are these people coming to your church? നിങ്ങളോട് തന്നെ ചോദിക്കണം, സഭയിൽ ഈ ആളുകളൊക്കെ എന്തുകൊണ്ടാണ് സഭയിൽ വരുന്നതെന്ന്. See, in Bangalore, many people told me, every other church we go to, they're always asking for our money. So we come here where nobody asks for money. ബാംഗ്ലൂരിൽ പല ആളുകളും പറഞ്ഞു, മറ്റ് സഭകളിലെല്ലാം പോകുമ്പോൾ അവരെല്ലാം ഞങ്ങളോട് പണം ചോദിക്കുന്നു, ഇവിടെ ആരും ഒന്നും ചോദിക്കുന്നില്ല. Is that the only reason they come to your church? അതാണോ നിങ്ങളുടെ സഭയിൽ വരുന്നതിന്റെ ഏക കാരണമായിട്ടുള്ളത്? We have never asked anybody for money and we will never ask. നമ്മൾ ആരോടും പണം ചോദിച്ചിട്ടില്ല, നാം ആരോടും പണം ചോദിക്കുകയുമില്ല. But that is a negative testimony. We do not ask for money. എന്നാൽ positive testimony. അത് നിഷേധാത്മകമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ്, നാം ചോദിക്കുകയില്ല എന്നുള്ളത്. What is the positive thing we are preaching? You must deny yourself and take up the cross every day and follow Jesus Christ. അവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണ്? നമ്മെ തന്നെ ത്യജിച്ച് ക്രൂശ് എടുത്ത് കർത്താവിനെ എല്ലാ ദിവസവും പിൻപറ്റുക എന്നുള്ളതാണ്. There was once upon many years ago, we were despised and everybody called us heretics and false teachers and all, about 45 years ago. 45 വർഷങ്ങൾക്ക് മുമ്പ് നാം വളരെ തുച്ഛീകരിക്കപ്പെട്ട നമ്മളെ ആളുകളൊക്കെ ദുരുപദേശക്കാരെന്നും ഒക്കെ പറഞ്ഞ് ഇരുന്ന ആ ഒരു സമയമായിരുന്നു. We were safer those days. ആ കാലങ്ങളിൽ നാം കൂടുതൽ സുരക്ഷിതരായിരുന്നു. But unfortunately, we have become a little popular now. എന്നാൽ നിർഭാഗ്യവശാൽ നാം ഇപ്പോൾ അല്പം പ്രശസ്തിയുള്ളവരായി തീർന്നു. People say this is a good church for our children to grow up. All the children in this church are well behaved. ആളുകൾ പറയും, കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരാൻ ഉള്ള നല്ല ഒരു സ്ഥലമാണിത്, ഇവിടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ പെരുമാറുന്നു. Or then others who come say this is a good church to find good partners for our sons and daughters. They're all good people. മറ്റു ചിലർ പറയുന്നു, ഇവിടെ നല്ല പങ്കാളികളെ, ജീവിത പങ്കാളികളെ ലഭിക്കുന്നു, ഞങ്ങളുടെ മക്കൾക്ക് വിവാഹം കഴിക്കാനായിട്ട് നല്ല ആളുകൾ ഇവിടെ ഉണ്ട് എന്ന്. We have to drive away people like that from the church. അങ്ങനെയുള്ള ആളുകളെ നാം സഭയിൽ നിന്നും ഓടിച്ചു കളയേണ്ടതാണ്. By our preaching. നമ്മുടെ പ്രസംഗത്തിലൂടെ. By constantly preaching the cross. തുടർമാനമായിട്ട് ക്രൂശിനെ പ്രസംഗിക്കുന്നതിലൂടെ. And preaching the standards in Matthew 5, 6 and 7. മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അതേ നിലവാരം നാം പ്രസംഗിക്കണം. For example, I often said there are only two places in Matthew 5 where Jesus speaks about hell. ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷം മത്തായി 5 നരകത്തെക്കുറിച്ച് പറയുന്ന 2 സ്ഥലങ്ങളേ ഉള്ളൂ. Today people say if you don't believe in Jesus you'll go to hell. ഇന്ന് ആളുകൾ പറയുന്നത് നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്നാണ്. But Jesus said if you get angry with people you'll go to hell. എന്നാൽ യേശു പറഞ്ഞത് നിങ്ങൾ ആളുകളോട് കോപിച്ചാൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്നാണ്. Have you read that? Matthew 5:22. നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടോ? മത്തായി 5:22. If you lust after women in your mind you'll go to hell. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ത്രീകളെ കുറിച്ച് മോഹിക്കുകയാണെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും. Matthew 5:29. മത്തായി 5:29. And listen to this. ഇത് ശ്രദ്ധിക്കുക. You men, നിങ്ങൾ പുരുഷന്മാർ, if you sin sexually with your right hand you will go to hell. നിങ്ങൾ നിങ്ങളുടെ വലതു കൈ കൊണ്ട് ലൈംഗികമായ പാപം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും. You know what that means? അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. Jesus said that in Matthew 5:30. മത്തായി 5:30 കർത്താവ് അത് പറയുന്നു. Where do you hear such things preached today?
ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയാണ് നിങ്ങൾ പ്രസംഗിച്ച് കേൾക്കുന്നത്? It's not preached in worldly churches. ഇത് ലോകപരമായിട്ടുള്ള സഭകളിൽ എങ്ങും പ്രസംഗിക്കപ്പെടുന്നില്ല. Is it preached in your church? ഇത് നിങ്ങളുടെ സഭയിൽ പ്രസംഗിക്കുന്നുണ്ടോ? Take some time to study Matthew chapter 5, 6 and 7. മത്തായി 5, 6, 7 അധ്യായങ്ങൾ പഠിക്കുന്നതിന് ചില സമയം ഉപയോഗിക്കുക. And just look at the 3 verses, the only 3 verses where Jesus spoke about going to hell. ഈ 3 വാക്യങ്ങൾ, കർത്താവ് നരകത്തിൽ പോകുന്നതിനെ കുറിച്ച് പറയുന്ന ഈ 3 വാക്യങ്ങൾ മാത്രം എടുക്കുക. Verse 22, 29 and 30. It's very easy. വാക്യങ്ങൾ 22, 29, 30 വളരെ എളുപ്പമാണ്. It's not popular to preach that. ഇത് പ്രസംഗിക്കുന്നത് അത്ര ജനസമ്മതിയുള്ള കാര്യമല്ല. Only a person who has overcome those sins can preach it. ഈ കാര്യങ്ങളെ അതിൽ ജയിച്ചവർക്ക് മാത്രമേ അത് പ്രസംഗിക്കാൻ കഴിയുകയുള്ളൂ. But you keep preaching that, gradually people will go away from your church. നിങ്ങൾ അത് തുടർമാനമായിട്ട് പ്രസംഗിക്കുകയാണെങ്കിൽ പതിയെ പതിയെ ആളുകൾ സഭയിൽ നിന്നും വിട്ടുപോയിക്കൊണ്ടിരിക്കും. And you will be left with people who want to follow Jesus. അതിനുശേഷം അവിടെ ബാക്കിയുണ്ടാകുക കർത്താവിനെ പിൻപറ്റുവാൻ താല്പര്യമുള്ള ആളുകൾ മാത്രമായിരിക്കും. One of the great sins I have seen among elders മൂപ്പന്മാരുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ള വലിയ ഒരു പാപം is the sin of showing partiality. അവിടെ മുഖപക്ഷം കാണിക്കുന്ന ഒരു പാപമാണ്. You know, Paul warns even Timothy about it. Be careful that you don't show partiality. പൗലോസ് തിമോത്തിയോസിനെ പോലും ആ കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകി, നീ മുഖപക്ഷം കാണിക്കുന്നതിനെതിരെ. I told you, Timothy was Paul's finest co-worker. ഞാൻ പറഞ്ഞു നിങ്ങളോട്, തിമോത്തിയോസാണ് പൗലോസിന്റെ ഏറ്റവും നല്ല സഹപ്രവർത്തകൻ. But even to him, he says in 1 Timothy 5:21. ആ തിമോത്തിയോസിനോട് പോലും 1 തിമോത്തിയോസ് 1:21 വാക്യത്തിൽ, chapter 5 verse 21. 5:21 വാക്യത്തിൽ, don't do anything with a spirit of partiality. നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട്. Do you show partiality to any of your friends in your church? നിങ്ങളുടെ സുഹൃത്തുക്കളോടോ നിങ്ങൾ സഭയിൽ മുഖപക്ഷം കാണിക്കുന്നവരാണോ? You show partiality to your own children in church matters? നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സഭാകാര്യത്തിൽ നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നവരാണോ? Is there anybody in your church towards whom you are partial in the way you act or do things? നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന്റെ കാര്യത്തിലോ ഒക്കെ ആരോടെങ്കിലും മുഖപക്ഷം കാണിക്കുന്നവരാണോ? It is one of the biggest sins I have seen among elders. ഞാൻ മൂപ്പന്മാരിൽ കണ്ടിട്ടുള്ള വലിയ ഒരു പാപം ആണ് അത്. People who are their special friends in the church. സഭയിൽ അവർക്കുള്ള പ്രത്യേക സുഹൃത്തുക്കൾ, and they are not very strict with them. അങ്ങനെയുള്ള ആളുകളോട് അവര് കർക്കശതയുള്ളവരല്ല. So we have to take these words very seriously. നാം ഈ വാക്കുകൾ വളരെ There are many strong exhortations in the letters to Timothy and Titus. തിമോത്തിയോസിനോടും തീത്തോസിനോടുമുള്ള ആ ലേഖനങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള പല ഉപദേശങ്ങളുമുണ്ട്. I want to encourage you to read those books especially. ഈ പുസ്തകങ്ങൾ വായിക്കുവാൻ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. And Revelation chapter 2 and chapter 3, the messages to the elders. വെളിപ്പാട് 2ഉം 3ഉം അവിടെ മൂപ്പന്മാർക്കുള്ള ആ സന്ദേശങ്ങളും ഇതിൽ കൂടെ ഉൾപ്പെടുത്തണം. And one final word from 1 Peter. 1 പത്രോസിൽ നിന്നും ഒരു അവസാനമായിട്ടുള്ള ഒരു കാര്യം. 1 Peter chapter 4. 1 പത്രോസ് 4-ാം അധ്യായം. This is such a strong word that we should tremble at it.
ഇത് നാം വിറയ്ക്കേണ്ട അത്ര ശക്തിയുള്ള ഒരു വാക്കാണ്. 1 Peter 4 verse 11. 1 പത്രോസ് 4:11. Read it and meditate on it frequently. അത് വായിക്കുകയും ഇടയ്ക്കിടയ്ക്ക് അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുക. Just see what it says. I'll read it slowly. അത് പറയുന്നത് എന്താണെന്ന് നോക്കുക. ഞാനത് സാവധാനം വായിക്കാം. First of all, it says, whoever speaks must speak as if God himself is speaking through him. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്നതുപോലെയും. That's number one. അതാണ് ഒന്നാമത്തെ കാര്യം. When you preach in the church, it must be as if God himself is speaking through you. നിങ്ങൾ സഭയിൽ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു എന്ന രീതിയിൽ സംസാരിക്കണം. That should bring such a fear into our heart. അത് നമ്മുടെ ഹൃദയത്തിൽ അത്രമാത്രം ഭയം കൊണ്ടുവരേണ്ടതുണ്ട്. Lord, what a standard you are expecting from me. കർത്താവേ, എത്ര വലിയൊരു നിലവാരമാണ് അങ്ങ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. Please help me that my heart will be 100% clean. കർത്താവേ, എന്റെ ഹൃദയം 100% ശുദ്ധിയായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. That I'll be totally dependent on you. ഞാൻ പൂർണ്ണമായിട്ടും അങ്ങയിൽ ആശ്രയിക്കുന്നവനായിരിക്കണം. There are some elders who are so lazy that they do not take the effort to prepare themselves to be prophets of God. ചില മൂപ്പന്മാർ ഇത്രമാത്രം അലസതയുള്ളവരാണ് ദൈവത്തിന്റെ കാര്യം ഈ കാര്യം പ്രസംഗിക്കുന്നതിന് അവര് ദൈവത്തിന്റെ പ്രവചനം നൽകുന്നതിന് തയ്യാറെടുപ്പ് നടത്താത്തവരായിട്ടുണ്ട്. Speak as if God himself is speaking through you. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു എന്നതുപോലെ സംസാരിക്കുവിൻ. Then number 2. രണ്ടാമത്തെ കാര്യം, verse 11. 11ാം വാക്യം. Speak seeking for the strength and the power of God before you speak. നിങ്ങൾ seek for the power of God. ദൈവത്തിന്റെ ശക്തി അതിനുവേണ്ടി അന്വേഷിക്കുവിൻ പ്രസംഗിക്കുന്നതിന് മുമ്പേ. Because it says here you must serve by the strength which God supplies, not your own cleverness and your own strength. ദൈവത്തിന്റെ ശക്തിയാലാണ്, നിങ്ങളുടെ ബുദ്ധിയിലും നിങ്ങളുടെ ശക്തിയിലുമല്ല. And thirdly, മൂന്നാമതായിട്ട്, at the end of your ministry it must be God who is glorified and not you. നിങ്ങളുടെ ശുശ്രൂഷയുടെ അവസാനം ദൈവമാണ് മഹത്വപ്പെടേണ്ടത്, നിങ്ങളല്ല. So you think of those three things. ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. We have to speak as if God is speaking through us. ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്ന രീതിയിൽ പ്രസംഗിക്കണം. And secondly, we must speak with the strength God supplies and not our own cleverness. രണ്ടാമതായിട്ട്, ദൈവം നൽകുന്ന ശക്തിയിലാണ് സംസാരിക്കേണ്ടത്, നമ്മുടെ ബുദ്ധിശക്തിയിലല്ല. And thirdly, at the end of it all, God alone must be glorified. മൂന്നാമതായിട്ട്, അതിന്റെ എല്ലാം അവസാനത്തിൽ ദൈവം മാത്രം മഹത്വപ്പെടണം. See, I find the standard in the New Testament is so high that I keep on falling on my face before God and say, Lord, how in the world can I reach this standard? ഞാൻ ഈ പുതിയ നിയമത്തിലെ നിലവാരം ഇത്ര ഉയർന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും എൻ്റെ മുഖം കുമ്പിട്ടുകൊണ്ട്, കർത്താവേ, ഞാൻ എങ്ങനെ ഈ നിലവാരത്തിൽ എത്തും എന്ന് ചോദിക്കും. I find myself helpless. Lord, I cannot do this. ഞാൻ എന്നെ തന്നെ നിസ്സഹായനായി കാണുന്നു. കർത്താവേ, എനിക്കിത് ചെയ്യാൻ കഴിയുകയില്ല. Please fill me with the Holy Spirit every day. എല്ലാ ദിവസവും എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. I don't want to just rejoice that our church is better than some other church. നമ്മുടെ സഭ മറ്റ് ഏതെങ്കിലും സഭയേക്കാൾ നല്ലതാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുവാൻ ആഗ്രഹമില്ല. There must be a constant progress in our life. നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായിട്ടുള്ള ഒരു പുരോഗതി വേണം. I must be a humbler person today than I was last year. ഞാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇന്ന് അധികം താഴ്മയുള്ളവനായിരിക്കണം. I must be more filled with the Spirit this year than last year. ഞാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം ആത്മാവിനാൽ നിറയപ്പെട്ടവനായിരിക്കണം ഇന്ന്. I must be a better husband this year than last year.
ഞാൻ കഴിഞ്ഞ വർഷം ആയിരുന്നതിനേക്കാൾ നല്ല ഒരു ഭർത്താവായിരിക്കണം ഈ വർഷം. I must be more merciful this year than I was to people last year. ഞാൻ ആളുകളോട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ കരുണ കാണിക്കുന്നവനായിരിക്കണം ഈ വർഷം. And if you've got small children, you must be a better disciplinarian of your children this year than last year. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ കുഞ്ഞുങ്ങളെ അച്ചടക്കം ചെയ്തതിനേക്കാൾ നല്ല രീതിയിൽ ഈ വർഷം ചെയ്യുന്നവരായിരിക്കണം. There must be a passion in our life to progress. നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. Just like as fathers, we wanted our children to get a promotion every year to the next higher class. നമ്മൾ പിതാക്കന്മാരായിരിക്കുമ്പോൾ മക്കൾക്ക് എല്ലാ വർഷവും അടുത്ത ക്ലാസ്സിലേക്കുള്ള ആ കയറ്റം നാം ആഗ്രഹിക്കും. So dear brothers, please don't compare yourself with others. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ തന്നെ താരതമ്യം ചെയ്യരുത്. Or with other dead churches. അല്ലെങ്കിൽ മറ്റ് ചത്ത സഭകളുമായിട്ട് താരതമ്യം ചെയ്യരുത്. Always and only compare yourself with Jesus Christ. എന്നാൽ എപ്പോഴും കർത്താവ് യേശുക്രിസ്തുവുമായിട്ട് മാത്രം താരതമ്യം ചെയ്യുക. Those have been the burdens on my heart. I don't know whether I've been able to convey them properly. ഇതൊക്കെയായിരുന്നു എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിലെ ഭാരങ്ങൾ. ഞാനത് ശരിയായ രീതിയിൽ നിങ്ങളോട് പങ്കുവെച്ചോ എന്ന് എനിക്കറിയില്ല. May the Holy Spirit make up for my limitations. പരിശുദ്ധാത്മാവ് എൻ്റെ കുറവുകൾക്ക് അത് ശരിയാക്കട്ടെ. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Lord, I thank you for these dear brothers who are doing such a great job, doing such a great job for you in Kerala. കർത്താവേ, ഈ പ്രിയ സഹോദരന്മാർക്കായിട്ട് നന്ദി പറയുന്നു. അവർ കേരളത്തിൽ വലിയൊരു പ്രവർത്തനം ചെയ്യുന്നുവല്ലോ. I pray that it will go better and better in the coming years. അത് ഈ വരും വർഷങ്ങളിൽ അധികം കൂടുതൽ നല്ലതായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. We want to prepare your people for your coming. അങ്ങയുടെ വരവിന് വേണ്ടി അങ്ങയുടെ ആളുകളെ ഞങ്ങൾക്ക് അവരെ തയ്യാറാക്കുന്നവരായിരിക്കണം. Please fill us with the Holy Spirit. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. Give us wisdom. ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. And give us great compassion for the people. വലിയ ഒരു കരുണ ആളുകളോട് ഞങ്ങൾക്ക് നൽകണമേ. Save us from becoming hard towards people. ആളുകളോട് കഠിനതയുള്ളവരാകുന്നതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. Give us the compassion of Jesus Christ. യേശുക്രിസ്തുവിന്റെ ആ ദയ മനസ്സലിവ് ഞങ്ങൾക്ക് നൽകണമേ. We pray that you will be glorified through all our labors. ഞങ്ങളുടെ എല്ലാവരിലൂടെയും അങ്ങ് മഹിമപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. We pray in Jesus' name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. Amen. ആമേൻ.